എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കീഴുപറമ്പ് സ്വദേശി ന്യൂനപക്ഷ കമ്മീഷനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ മലപ്പുറത്ത് നടത്തിയ സിറ്റിംഗിൽ ആശുപത്രിയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചതായി ഡെപ്യൂട്ടി DMO അറിയിച്ചു. ജീവനക്കാരുടെ കുറവ് മൂലം ആശുപത്രിയിൽ രാത്രി 8-ന് ശേഷം ചികിത്സ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കീഴുപറമ്പ് സ്വദേശി ന്യൂനപക്ഷ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. 10 വർഷം മുൻപാണ് അരീക്കോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ നിലവിൽ സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് കുറവ് വരില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് നൽകിയ പരാതിക്ക് മറുപടിയായി അഡീഷണൽ ചീഫ് സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. AR നഗർ ഗ്രാമപഞ്ചായത്തിൽ ആരാധനാലയം നിർമ്മിക്കാൻ നൽകിയ അനുമതി പിൻവലിച്ചത് സംബന്ധിച്ച പരാതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടി. എടക്കര മണിമൂളി സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്നും ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. 15 പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത്. ഇതിൽ 8 എണ്ണം തീർപ്പാക്കി. ശേഷിക്കുന്നവ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ. ഈ ഓണം PAK യോടൊപ്പം.